സ്പീഡ് ബോട്ടിലൊക്കെ വേണ്ടി ഇതുപോലെ അടിച്ച് തകർത്ത് മിന്നിച്ച് പോകണം. ഇങ്ങോട്ട് കൊച്ചിയിലോട്ട് പോരെ, ഇഷ്ടം പോലെ ബോട്ടാണ്. ഏത് ടൈപ്പ് വേണമെങ്കിലും സ്പീഡ് ബോട്ടൊക്കെ 600 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്രൂയിസ് ഷിപ്പുകളും ബോട്ടുകളും ഒക്കെ ഇവിടുന്നുണ്ട്. മിതമായ നിരക്കിലാണ് ഇതെല്ലാം ഇവിടെ സർവീസ് നടത്തുന്നത്. 200 രൂപ, 300 രൂപ, 500 രൂപ, 1000 രൂപ, 2000 രൂപ, അങ്ങനെ പല റേറ്റിലുമുണ്ട്. നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വന്ന് കൊച്ചിയുടെ കായലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഇവിടെ 100 കണക്കിന് ബോട്ടുകളാണ് സർവീസ് നടത്തുന്നത്. കൂടാതെ കൊച്ചി മെട്രോയുടെ സർവീസ് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. നമുക്ക് മെട്രോ ടെർമിനലിൽ നിന്ന് വൈപ്പിനിലേക്കും ഫോർട്ട് കൊച്ചിയിലോട്ടും ഒക്കെ യാത്ര ചെയ്യാം. നല്ല മനോഹരമായ AC ട്രിപ്പും ഉണ്ട്. വലിയ ചിലവൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, അങ്ങനെ പല തരത്തിലെ പാക്കേജുകളുണ്ട്. നമ്മുടെ ടൈമിനനുസരിച്ച് നമുക്ക് ഏത് വേണേലും സെലക്ട് ചെയ്യാം. കൊച്ചി ബോൾഗാട്ടി പാലസിൻ്റെ സൈഡിൽ കൂടെയാണ് ആദ്യം പോകുന്നത്. നല്ല തണുത്ത കായൽക്കാറ്റും ഒക്കെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്ത് രസമാണെന്നറിയാമോ. അടിപൊളി ഒരു ഫീലിംഗ് ആണ്. വൈപ്പിൻ പാലമാണ് ഈ കാണുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ നോക്കുമ്പം ലുലുവിൻ്റെ കൺവെൻഷൻ സെൻ്ററാണ് ആ കാണുന്നത്. ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഒരു കണ്ടൽക്കാടാണ്. ഇതൊരു നാച്ചുറൽ ഐലൻഡാണ്. ഇവിടെ ഏതാനും കുറച്ച് ആൾക്കാർ മാത്രമേ താമസിക്കുന്നുള്ളൂ. ആകെ കൂടി 6-7 ഫാമിലി മാത്രം താമസിക്കുന്ന ഒരു തുരുത്താണ്. അതിനപ്പുറമാണ് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഒരു സംഭവം തന്നെയാണ്. ധാരാളം കണ്ടെയ്നറുകൾ കൊണ്ട് ഇവിടെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. കപ്പൽ വന്ന് കണ്ടെയ്നറുകൾ ഇറക്കി പോവുകയാണ്. അതുപോലെ തന്നെ ആ ക്രെയിൻ്റെയൊക്കെ സൈസൊക്കെ നമ്മൾ അടുത്ത് പോയി കാണുമ്പോൾ വളരെ അതിശയിപ്പിക്കുന്നതാണ്. ദുബായ് പോർട്ടിന് ഇന്ത്യ ഗവൺമെൻറ് 30 വർഷത്തേക്ക് ലീസിന് കൊടുത്തിരിക്കുന്നതാണ്. 30 വർഷത്തിന് ശേഷം ഇത് ഇന്ത്യ ഗവൺമെൻറ്റിന് സ്വന്തമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണ് ഇവരുമായിട്ടുള്ള കരാർ. എന്തായാലും അടിപൊളി സംഭവം തന്നെ. അവിടുന്ന് മുന്നോട്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വൈപ്പിനിൽ എത്തിച്ചേരാം. വൈപ്പിനിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതും ഒരു ദ്വീപ സമൂഹമാണ്. അവിടെയും കുറേ ആൾക്കാർ താമസിക്കുന്നതാണ്. അവിടേക്ക് നമുക്ക് റോഡ് മാർഗവും ഇപ്പോൾ ഈ റോറോ ജങ്കാർ വഴിയും നമുക്ക് അവിടെ എത്തിച്ചേരാവുന്നതാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചീനവല കാണണമെങ്കിൽ ഇവിടെ തന്നെ വരും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പുറംകടൽ കാണാം. പുറംകടലിൽ ഇങ്ങനെ കപ്പലുകളൊക്കെ നങ്കൂര വിട്ട് കിടപ്പുണ്ട്. അതൊക്കെ നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. കുറച്ച് ദൂരം നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ നിന്ന് നമ്മൾ ക്രോസ് ചെയ്ത് നേരെ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലോട്ടാണ്. അവിടെയാണ് അഴിമുഖമുള്ളത്. അവിടെ നിന്ന് നേരെ കായൽ വന്ന് കടലിലേക്ക് ചേരുകയാണ്. മീൻപിടുത്തവും ടൂറിസവുമാണ് ഇവിടുത്തെ പ്രധാന വരുമാനം. റോറോ ജങ്കാറ് വന്ന് ജെട്ടിയിൽ അടുക്കുന്നതാണ് ഈ കാണുന്നത്. കാറുകളും ബൈക്കുകളും വാനും ഒക്കെ കയറ്റിക്കൊണ്ട് വന്നാണ് ഇവിടെ ഇറങ്ങുന്നത്. മറ്റേ റോഡ് മാർഗം വരുവാണെങ്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുക്കുന്നത് ഇത് 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും. 20 രൂപയാണ് കാറുകൾ കയറ്റിക്കൊണ്ട് ഇവിടെ വന്ന് ഇറങ്ങണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നത്. ഫോർട്ട് കൊച്ചിയുടെ പ്രതാപം വിളിച്ചു പറയുന്ന ബ്രിട്ടീഷ് നിർമ്മിതികളൊക്കെ ഇങ്ങനെ തലയുയർത്തിപ്പിടിച്ച് നിൽപ്പുണ്ട്. നല്ല രസമുള്ള കെട്ടിടങ്ങളാണ്. ചിലതൊക്കെ വളരെ പഴയതാണ്, എങ്കിലും അതിനെ സംരക്ഷിച്ചു പോരുന്നു. ഫോർട്ട് കൊച്ചിയുടെ കായൽ ഭംഗി ആസ്വദിച്ച് സീ ഫുഡൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് പോന്നാൽ മതി. നല്ല രുചിയുള്ള സീ ഫുഡ് കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് കഴിക്കാം. കൊച്ചിൻ നേവൽ ബേസിൻ്റെ ഷിപ്പുകളാണ് അവിടെ കിടക്കുന്നത്. പെട്രോളിങ്ങിന് ശേഷം വന്ന് കിടക്കുന്നതാണ്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലെ കാഴ്ചകളും ഈ ഷിപ്പ് യാർഡിൻ്റെ കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് പോരുകയാണ്. എന്ത് രസമുള്ള കാഴ്ചകളാണെന്നറിയോ. കടലിലെ കാറ്റും കൊണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ട് ബോട്ട് യാത്ര അത്യന്തം ആനന്ദകരമാണ്. കടൽക്കാക്കകൾ ഇങ്ങനെ പറന്നു പോകുന്ന കാണാൻ എന്ത് രസമെന്നറിയോ. വെള്ളത്തോട് തൊട്ട് അവ ഇങ്ങനെ പറന്നു പോവുകയാണ്. മീനുകൾ ഇഷ്ടം പോലെ ഉള്ളത് കൊണ്ട് ധാരാളം കടൽക്കാക്കയും പരുന്തുകളും ഇവിടെയുണ്ട്. അങ്ങനെ നമ്മൾ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കൊച്ചിയിലേക്ക് എത്തുകയാണ്. കായലിൽ നിന്ന് കൊച്ചിയെ നോക്കി കാണുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കുക. ആകാശത്ത് പടം വരച്ചതുപോലെയുണ്ട് കൊച്ചിയുടെ ബിൽഡിങ്ങുകൾ തലയുയർത്തി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ.